യുദ്ധമല്ലാതെ മറ്റൊന്നിലൂടെയും ഈ പ്രശ്നം പരിഹരിക്കാനാകില്ല എന്നൊക്കെ പാകിസ്ഥാനിലുള്ള മന്ത്രിമാരൊക്കെ പറയുന്നത് ഇന്നും നമ്മൾ കേൾക്കുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്നുള്ള ചിത്രം കൂടി നമ്മൾ കാണുകയാണ്. ആർ അനന്തകൃഷ്ണൻ തുടരുന്നുണ്ട്. അനന്തൻ, അതായത് ഇപ്പോൾ ഒരു ശാന്തതയൊക്കെ ഉണ്ടെങ്കിൽ പോലും നോക്കൂ, ശ്രീനഗർ വിമാനത്താവളത്തിന് വരെ നേരെ പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയാണ്. അങ്ങനെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകൾ, സൈനിക കേന്ദ്രങ്ങൾ, ഇവിടെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പാക് ആക്രമണമാണ് നമ്മൾ ഇന്ന് കണ്ടത്. ഇന്നലെ 400 ഡ്രോണുകൾ ഇന്ത്യക്ക് നേരെ വർഷിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ എണ്ണം കുറയുന്നതേ ഉള്ളൂ. പക്ഷേ ഇരുട്ടിന്റെ മറവിലുള്ള ആക്രമണം പാകിസ്ഥാൻ തുടരുക തന്നെ ചെയ്യുകയാണ്. ഈ ഒരു സ്ഥിതിയിൽ ഇന്ത്യയുടെ തീരുമാനം എന്താണ് എന്നുള്ളത് നിർണായകമാണ്. കാരണം നമ്മളുടെ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ വലിയ ഭയപ്പാടിലാണ്, ആശങ്കയിലാണ്. കഴിഞ്ഞ 2 രാത്രികളിലായി നിരന്തരം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടാകുന്നു, ഡ്രോൺ ആക്രമണം ഉണ്ടാകുന്നു. അതിൽ ഇന്നലെ പൂർണ്ണമായും ഈ ഡ്രോൺ ആക്രമണങ്ങളെ ചെറുക്കാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് വലിയ പ്രതിരോധം തീർത്തു. അതിനിടയിൽ പോലും നമ്മുടെ സാധാരണ ജനങ്ങൾക്ക് അപായമുണ്ടാകുന്ന രീതിയിൽ സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. ഈ സ്ഥിതി ഇങ്ങനെ തുടരാൻ രാജ്യം അനുവദിക്കുമോ എന്നുള്ളതാണ് ഇനി കണ്ടറിയാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ചേരുന്ന അടിയന്തര യോഗം അതിൽ എടുക്കുന്ന തീരുമാനങ്ങൾ നിർണായകമാണ്. കാരണം ജമ്മു മുതൽ ഗുജറാത്ത് വരെയുള്ള ഏതാണ്ട് 3000-ലധികം കിലോമീറ്റർ നീളുന്ന അതിർത്തി, ആ അതിർത്തിയിൽ ഉടനീളം ഈ നമ്മുടെ വ്യോമമേഖല തകർത്തുകൊണ്ട് അല്ലെങ്കിൽ വ്യോമമേഖല കടന്നുകൊണ്ട് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ മുതിരുന്നു. അത് സാധാരണക്കാരുടെ നേരെ ആണ് എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. അവിടെ ജനജീവിതം വലിയ ആശങ്കയിലായിരിക്കുന്നു. ജനവാസ മേഖല കേന്ദ്രീകരിച്ച് പാകിസ്ഥാന്റെ ആക്രമണം അവർ മിലിറ്ററി ഏരിയ ലക്ഷ്യമിടുന്നതിനൊപ്പം തന്നെ ജനവാസ കേന്ദ്രങ്ങൾ കൂടി തിരഞ്ഞെടുക്കുന്നു ആക്രമണത്തിന് എന്നുള്ളത് വലിയ ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. നോക്കൂ, ഇന്ന് അട്ടാരിയിൽ, ബാർമേഡിൽ, ശ്രീഗംഗാനഗറിൽ, അതിനൊപ്പം തന്നെ ഫിറോസ്പൂരിൽ ഒക്കെ പാക് ഡ്രോണുകൾ പാഞ്ഞെത്തിയിരിക്കുന്നു. അതിനെയൊക്കെ തകർത്തിട്ടെങ്കിലും ഫിറോസ്പൂരിൽ ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റു. അതിലൊരു സ്ത്രീയുടെ നില ഗുരുതരമാണ്. അവിടെ പോലീസ് ഇങ്ങനൊരു കാഷ്വാലിറ്റി ഉണ്ടായ കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയിൽ ഈ രാജ്യം എടുക്കുന്ന നിലപാട് അത് ഈ ഇരുട്ടിൻ്റെ മറവിൽ നിരന്തരം പാകിസ്ഥാൻ നടത്തുന്ന ഈ ആക്രമണങ്ങളെ എങ്ങനെയാണ് ചെറുക്കേണ്ടത് എന്നത് സംബന്ധിച്ച് തന്നെയാകും. അതിൽ എങ്ങനെയാണ് ഒരു തിരിച്ചടി ഉണ്ടാകുന്നത്. ഇന്നലെ ഈ വ്യാപകമായ ഡ്രോൺ ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ത്യ തിരിച്ചടിച്ചു എന്ന് ഇന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയതാണ്. അപ്പോൾ ഇന്ന് രാത്രിയിൽ പക്ഷേ അത്തരം തിരിച്ചടിയുടെ വിവരങ്ങൾ പുറത്തു വരുന്നില്ല. നേരത്തെ 11 ഇടങ്ങളിലാണ് ഡ്രോണുകൾ വന്നു പതിച്ചതെന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമായതെങ്കിൽ ഇപ്പോഴിതാ 26 ഇടങ്ങളിൽ ഈ ഡ്രോണിന്റെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്, പാക് ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. നോർത്തിൽ വടക്ക് ബാരാമുള്ള മുതൽ തെക്ക് ഭുജ് വരെ ആക്രമണം ഉണ്ടായി എന്നുള്ള വിവരം വരികയാണ്. സ്ഥലങ്ങൾ കൂടി ഒന്ന് നമുക്ക് പരാമർശിച്ചു പോകാം. ബാരാമുള്ള, ശ്രീനഗർ, അവന്തിപുര, നാഗരോട്ട, ജമ്മു, ഫിറോസ്പൂർ, പത്താൻകോട്ട്, ഫസിൽക്ക, ലാൽഗർ, ജയ്സൽമീർ, ബാർമർ, ഭുജ്, ലഖീനല തുടങ്ങിയിട്ടുള്ള 26 സ്ഥലങ്ങളിൽ പാകിസ്ഥാന്റെ ആക്രമണം ഇന്നുണ്ടായി എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ കേട്ട 11 അതിൽ കൂടുന്നു നമ്പർ എന്നുള്ളതാണ്. ഇതൊക്കെയും അനന്തൻ സൂചിപ്പിച്ച പോലെ തന്നെ തന്ത്രപ്രധാനമായിട്ടുള്ള മേഖലകളാണ്, നമ്മുടെ സൈനിക കേന്ദ്രങ്ങളുള്ള ഇടങ്ങളാണ്, ലൈൻ ഓഫ് കൺട്രോളിനോട് അടുത്ത് ചേർന്ന് നിൽക്കുന്ന സ്ഥലങ്ങളുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ജനവാസ മേഖലയിൽ ഉൾപ്പെടെ പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അനന്തൻ. മേഖലകളിൽ ബ്ലാക്ക് ഔട്ട് വരുന്നു. പഞ്ചാബിൻ്റെ ഈ അതിർത്തി മേഖലയിൽ അംബാലയിലടക്കം ബ്ലാക്ക് ഔട്ട് വരുന്നു. ഇങ്ങനെ ഇരുട്ടിൽ എത്ര നാൾ കഴിയാൻ പറ്റും? അപ്പോൾ രാജ്യം ഒരു തീരുമാനം എടുക്കേണ്ട സമയം എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ എങ്ങനെയാണ് തിരിച്ചടി എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇന്ന് രാത്രിയോടെ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ പൗരന്മാർക്ക്, സാധാരണ ജനങ്ങൾക്ക് അപായമുണ്ടാകുന്ന രീതിയിലുള്ള ആക്രമണ സ്വഭാവത്തിലേക്ക് പാകിസ്ഥാൻ മാറിയിരിക്കുന്നു. ഇന്നലെ രാത്രിയിലുണ്ടായ തുടർച്ചയായിട്ടുണ്ടായ ഡ്രോൺ ആക്രമണത്തിന്റെ സ്വഭാവമില്ലെങ്കിലും ഇന്ന് വ്യാപകമായി അതേ സ്ഥലങ്ങളിൽ ഇന്ന് വീണ്ടും ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അതിനൊപ്പം തന്നെ സാംബ പോലുള്ള മേഖലകളിൽ വ്യാപകമായ ഷെല്ലിംഗ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ആ ഷെല്ലിങ്ങിന്റെ സ്വഭാവം എന്ന് പറയുന്നത് അതിന്റെ മറവിൽ ഭീകരന്മാരെ കയറ്റിവിടാനുള്ള ശ്രമവും ഒപ്പമുണ്ടാകും. ഇന്നലെ അത് BSF വളരെ വിജയപ്രദമായി അത് പ്രതിരോധിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ സാധാരണക്കാരെ ലക്ഷ്യമിട്ട് ഇതിൽ ഏറ്റവും ആശങ്കപ്പെടുത്തിയ ഇന്ന് രാത്രിയിൽ നടന്ന സംഭവം എന്ന് പറയുന്നത് ശ്രീനഗർ
വിമാനത്താവളത്തെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തി എന്നുള്ളതാണ്. ശ്രീനഗർ വിമാനത്താവളത്തിന്റെ സമീപം വലിയ സ്ഫോടനം നടന്നു എന്നുള്ള വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വരുന്നുണ്ട്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇനി ലഭിക്കാനുണ്ട്. പക്ഷേ അവിടെ ശ്രീനഗർ വിമാനത്താവളത്തിന് നേരെ നടന്ന ഡ്രോൺ ആക്രമണത്തെ ചെറുക്കാൻ നമ്മുടെ സേനയ്ക്കായി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്കപ്പെടേണ്ട, ശ്രീനഗർ വിമാനത്താവളം ആക്രമിക്കപ്പെട്ടു എന്ന ആശങ്ക ഉണ്ടാകേണ്ട ഒരു സാഹചര്യവുമില്ല. അവിടെ അതിന് സമീപം ആണ് സ്ഫോടനം ഉണ്ടായത്. അത് സംബന്ധിച്ച് വിശദീകരണങ്ങൾ രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് വരേണ്ടതുണ്ട്. അങ്ങനെയാണ്. ഏതായാലും ആ രീതിയിൽ വാർത്തകൾ വരുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഇടങ്ങളെല്ലാം തന്നെ ലക്ഷ്യം വെച്ചുകൊണ്ട് 26 ഇടത്താണ് ഡ്രോണുകൾ എത്തിയത് എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ 26 ഇടങ്ങളിൽ ഡ്രോൺ എത്തുകയും ചെയ്തു. അതിനെല്ലാം തന്നെ നമ്മൾ നിർവീര്യമാക്കിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നുണ്ട്. ആദ്യം 11 ആണെന്ന് അറിയുന്നു, അതിനുശേഷം 20 എന്നുള്ളത് വരുന്നു. ഇപ്പോൾ 26 ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാൻ ലക്ഷ്യമിട്ടിരുന്നത് ആക്രമണം നടത്തിയത് എന്നാണ്. പക്ഷെ അതിനെല്ലാം തന്നെ 15 കേന്ദ്രങ്ങളായിരുന്നു, ഇന്നത് 26 കേന്ദ്രങ്ങളാകുന്നു. 11 കേന്ദ്രങ്ങൾ അധികമാണ്, 11 ഇടങ്ങൾ അധികമാണ്. അവിടെയാണ് പാകിസ്ഥാന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അർജുൻ പീതാംബരനുണ്ട്. അർജുനൽ പക്ഷേ ഈ സ്ഥലങ്ങൾ ഏതൊക്കെയെന്നുള്ളതും അവിടെ നമ്മുടെ തന്ത്രപ്രധാന മേഖലയാകുന്നത് എങ്ങനെയാണ് ആ സ്ഥലങ്ങൾ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയാനാകും. അർജുൻ, 26 ഇടങ്ങളിൽ എത്ര മണിക്കൂർ നീണ്ടു നിന്നു, അല്ലെങ്കിൽ ഏത് സമയത്താണ് ഈ ആക്രമണം ഉണ്ടായത്? 26 സ്ഥലങ്ങൾ ഏതൊക്കെയാണ്, പറയൂ. അക്ഷയ, പൂജ ഇന്ന് 8:30 മുതൽ 9 മണിവരെ നീണ്ടു നിൽക്കുന്ന അരമണിക്കൂറിനിടയിലാണ് ഈ പലയിടത്തും ഡ്രോണിൻ്റെ ആക്രമണ ശ്രമം ഉണ്ടാകുന്നതും അത് ഇന്ത്യ തകർക്കുന്നതും. ഉത്തരഭാഗത്തു നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ബാരാമുള്ള മുതൽ താഴെ ഗുജറാത്തിലെ ഭുജ് വരെ നീളുന്ന പ്രദേശങ്ങളിലാണ് ഈ ആക്രമണ ശ്രമം ഉണ്ടായത്. ഒന്നുകൂടെ പറയാം, ബാരാമുള്ള മുതൽ താഴെ ഭുജ് വരെ. അതുതന്നെ ബാരാമുള്ള, ശ്രീനഗർ, അവന്തിപ്പുര, നാഗ്രോട്ട, ജമ്മു, ഫിറോസ്പൂർ, പത്താൻകോട്ട്, ഫസിൽക്ക, ലാൽഗഡ്, ജാട്ട, ജയ്സാൽമേർ, ബാർബർ, ഭുജ്, കുവാർബെത്ത്, ലാക്കിനല. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന അമൃത്സർ എന്നുള്ള സ്ഥലമില്ല. ഇതിപ്പോൾ കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം അവരുടെ വൃത്തങ്ങളിൽ നിന്ന് തന്നെ വന്നിരിക്കുന്ന സന്ദേശമാണ്. ഇതിൽ അമൃത്സർ എന്നുള്ളൊരു സന്ദേശം ഇല്ല, മറിച്ച് ബാരാമുള്ള, ശ്രീനഗർ, അവന്തിപ്പുര, നാഗ്രോത്ത, ജമ്മു, ഫിറോസ്പൂർ, പത്താൻകോട്ട്, ഫസിൽക്ക, ലാൽഗഡ്, ജാട്ട, ജയ്സാൽമേർ, ബാർമർ, ഭുജ്, ക്വാർബേറ്റ്, ലാക്കിനല. ഇതിൽ തന്നെ അവന്തിപ്പുരയിലും ജമ്മുവിലും ശ്രീനഗറിലും വിമാനത്താവളങ്ങളെ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ഡ്രോണിൻ്റെ ആക്രമണം ഉണ്ടായത്. അത് നമുക്ക് വിജയകരമായി തന്നെ ചെറുക്കാൻ സാധിച്ചിരുന്നു. അവന്തിപ്പുരയിൽ വ്യോമതാവളമാണെന്നുള്ള കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇന്നും സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിരിക്കുന്നു, ജനവാസ മേഖലകൾ ലക്ഷ്യമിട്ടിരിക്കുന്നു. നിർഭാഗ്യവശാൽ ഫിറോസ്പൂരിൽ ഒരു ഡ്രോൺ നിലത്ത് പതിച്ചു. അത് ഒരു ജനവാസ മേഖലയായിരുന്നു. ഒരു കുടുംബത്തിലെ 3 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ്. ആശുപത്രിയിൽ വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ടതില്ല എന്നുള്ള കാര്യം ഡോക്ടർമാർ പറയുന്നുണ്ട്. കൂടുതൽ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബാരാമുള്ള മുതൽ താഴെ ഈ ഭുജ് വരെയുള്ള മേഖലകളിലേക്ക്, ബാരാമുള്ള മുതൽ ഭുജ് വരെയുള്ള മേഖലകളിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 26 ഇടങ്ങൾ